നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു പ്രമുഖ ദിനപത്രത്തിൽ വന്ന വാർത്ത, ആ വാർത്തയിൽ വന്ന ചിത്രം കണ്ട പ്രവാസി യുവാവ് ഞെട്ടിത്തരിച്ചു. നിമിഷങ്ങൾക്കകം വാർത്തയും ചിത്രവും പ്രചരിക്കാനും തുടങ്ങി. സ്വപ്നയും സ്വർണവും എല്ലാം പ്രവാസി യുവാവിനും എട്ടിന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യക്തിഹത്യ മടുത്ത് പരാതിയുമായി യുവാവ് പോലീസിനെയും സമീപിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന പരാതിയുമായി അജ്മാനിൽ ഒരു പ്രവാസി യുവാവ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് കാണിച്ച് വ്യാജ ഫേസ്ബുക്ക് പേജുകളിലൂടെ നിരന്തരം വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് കാണിച്ച് തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് അലി സഹീറാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പ്രമുഖ ദിനപത്രത്തിൽ വന്ന വാർത്ത എന്ന വ്യാജേനയാണ് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചത്. മലപ്പുറം പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ആ പോസ്റ്റ് അപ്രത്യക്ഷമായി. എന്നാൽ തുടർന്നും അപവാദ പ്രചരണം നടക്കുന്നതായി സഹീർ പറയുകയാണ്. നാട്ടിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നു, ഇപ്പോൾ അജ്മാനിൽ KMCC പ്രവർത്തകനാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാർക്ക് ഗൾഫിൽ എല്ലാ സഹായവും നൽകുന്നത് മുഹമ്മദ് അലി സഹീറാണ് എന്ന് മറ്റൊരു ഫേസ്ബുക്ക് പേജിൽ പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് ഇവരെ ആരെയും ഫോണിൽ പോലും പരിചയമില്ല എന്ന് കാണിച്ച് സഹീർ വീണ്ടും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ യുവാവ് കുടുങ്ങുകയായിരുന്നു. മുഹമ്മദ് അലി സഹീർ ഒടുവിൽ ഈ പ്രചരണങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും പോലീസ് എത്തരത്തിലുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്നും കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. സ്വർണ്ണക്കടത്തുകാരൻ സ്വപ്നയും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ഒരു ബന്ധവുമില്ലെങ്കിലും പുലിവാൽ പിടിച്ചിരിക്കുകയാണ് സഹീർ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.